ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ നടക്കുന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഇന്നത്തെ ദിനത്തിൽ സുപ്രധാനമായ ഒരു കാര്യം നടന്നു. രണ്ട് മുന്നണികളുടെയും പ്രകടന പത്രിക ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ പുറത്തു വന്നു. ഇതിൽ UDFിൻ്റെ പ്രകടന പത്രിക എന്ന് പറയുന്നത് അതൊരു പേരിന് മാത്രം. കാരണം വെച്ചാൽ നേരത്തെ 5 വൻകിട ഗ്യാരണ്ടികൾ രാഹുൽ ഗാന്ധി, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചിട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന ഒരു പ്രകടന പത്രികയാണ് അവർ പുറത്തിറക്കിയത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ LDFിൻ്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കുകയുണ്ടായി. ഇത് രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യ വിശകലനത്തിനാണ് ഞങ്ങൾ ഇവിടെ തയ്യാറാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രകടന പത്രിക എന്ന് നമ്മുടെ രാജ്യത്തെ പ്രകടന പത്രികകളെല്ലാം അതുപോലെ നടപ്പാക്കണമെന്നില്ല, നടപ്പാക്കിയ ചരിത്രവുമില്ല. പക്ഷേ പ്രകടന പത്രിക നടപ്പാക്കിയില്ല എന്നതിൻ്റെ പേരിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താണ് മുന്നണി മാറ്റം സംഭവിച്ചിട്ടുള്ള രാജ്യം അല്ലെങ്കിൽ മുന്നണി മാറ്റം സംഭവിച്ചിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ. ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രകടന പത്രിക ഒരു പ്രധാന കാര്യമാണ്. പക്ഷേ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റാൻ പറ്റില്ല. വാരിക്കോരി വാഗ്ദാനങ്ങൾ നൽകാൻ ഒരു പ്രയാസവുമില്ല. അതുപോലെയാണ് ഈ പ്രകടന പത്രിക ഞങ്ങൾ വിശകലനം ചെയ്യുന്നത്. ശ്രീ EP അനിൽ, നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഗ്യാരണ്ടി, രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടി ഉണ്ടല്ലോ, ആ ഗ്യാരണ്ടിക്ക് സമാനമായി ഇടതുപക്ഷം എന്തൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം ആദ്യം നമ്മൾ എന്താണ് അതിൽ നമുക്കിപ്പം. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ 3 മുന്നണികളും 3000 രൂപ വീതം പെൻഷൻ നൽകുമെന്ന്, സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3 മുന്നണികൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും, ഭരിക്കുന്നവർ UDF ഭരണത്തിൽ വരാൻ വേണ്ടി കാത്തുനിൽക്കുന്നവർ, ഭരണത്തിൽ വരുമെന്ന് അമിത പ്രതീക്ഷയില്ലെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജനാധിപത്യ സഖ്യം, ദേശീയ ജനാധിപത്യ സഖ്യം. ഇതാണ് 3000 രൂപയാണ് കൊടുക്കുന്നത്. 3000 രൂപ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഈ പ്രകടന പത്രിക. ഏത് പ്രകടന പത്രിക എടുത്താലും ആളുകൾ ഏറ്റവും കൂടുതൽ ആദ്യം ശ്രദ്ധയോടുകൂടി കാണുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ 64 ലക്ഷം പേരുടെയാണ് കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 1/3 വരുന്ന ആൾക്കാർക്കാണ് ഈ പെൻഷൻ കിട്ടുന്നത്. ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതാണ്. ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നതാണ്. കാരണം അതിനാണ് ചലനം ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം 3000 രൂപയാണ് ഈ 3 മുന്നണിയിലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റേ മുന്നണി പോട്ടെ, അവർക്ക് ഭരണത്തിൽ വന്നാലല്ലേ നടപ്പാക്കപ്പെടും. അവർക്ക് വേണമെങ്കിൽ ഒരു 5000 രൂപയൊക്കെ വയ്ക്കാമായിരുന്നു. കാരണം ഭരണത്തിൽ വരുമെന്ന്, പക്ഷെ അവർക്കും ഭരണത്തിൽ വരുമെന്നൊരു ഉറപ്പുള്ളതുപോലെ തോന്നുന്നു, അല്ലേ? അല്ലാതെ അല്ലെങ്കിൽ 3000 എന്നുള്ളത് അവർക്ക് 2000 രൂപ കൂട്ടി വയ്ക്കാമായിരുന്നു. എന്താണ് അതിന്റെ ഈ പെൻഷന്റെ എങ്ങനെയാണത്? അതെ, നോക്കൂ, ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ കാലങ്ങളിൽ എത്രയാണെന്നൊക്കെ നമുക്കറിയാം. അത് നമ്മൾ തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ 3000 രൂപ വീതം 62 ലക്ഷം, മിനിമം 62 ലക്ഷം മുതൽ പടിപടി ചിലപ്പോൾ 65 ലക്ഷം വരുന്ന ആളുകൾ കൊടുക്കേണ്ടി വരുമ്പോൾ നിലവിൽ അത് വലിയ കുഴപ്പമില്ലാതെ LDF മുന്നോട്ട് കൊണ്ടുപോയ ഒരു കാര്യമാണ്. അവർ പോലും അവർക്ക് പോലും 500 രൂപ 500 രൂപ നമ്മൾ 2500 എന്ന് പറഞ്ഞത് അവർക്ക് പോലും 5 വർഷം കഴിഞ്ഞിട്ട് അവസാനം ഇറങ്ങിയപ്പോൾ 2500 കൊടുക്കാൻ പറ്റിയില്ല. 2000-ലേക്ക് വന്നു. 500 രൂപ അവിടെ എന്തോ വിഷയമുണ്ട്. കൊടുക്കുന്നതിനകത്ത് പ്രായോഗികമായ ചില പ്രശ്നമുണ്ട്. എന്തായാലും നിലവിൽ 3000 രൂപ വീതം ഏതാണ്ട് 62 ലക്ഷം ആളുകൾക്കെങ്കിലും പ്രതിമാസം കൊടുക്കണമെങ്കിൽ നിലവിൽ വരുന്ന ചെലവ് ഏതാണ്ട് 22,320 കോടിയോളം രൂപ വരും. നിലവിൽ അതിപ്പോൾ ഏതാണ്ട് 12,500 കോടിക്കും 13,000 കോടിക്കും എടുക്കുകയാണ്. ഈ തുക തന്നെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് ഒരു കൺസോർഷ്യം ഉണ്ടാക്കി കടമെടുത്തുകൊണ്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പരിശോധിക്കണം. അപ്പോൾ അവിടെ ഏകദേശം ഈ പെൻഷൻ മേഖലയിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണ്ട് 8,650 മുതൽ 9,000 കോടിയോളം രൂപയുടെ അധിക ചെലവ് ഈ പെൻഷൻ, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് തന്നെ പ്രഖ്യാപിക്കുന്നു. എന്ന് മാത്രമല്ല, UDF പറയുന്നത് ആ പെൻഷൻ സംസ്ഥാന ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പോലെ സർക്കാരിന് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഞങ്ങൾ ആക്കുമെന്നാണ്. തീർച്ചയായും ആകർഷകമാണ്. പ്രശ്നം ഇതാണ്, കേരളത്തെ പോലെ വലിയ സാമ്പത്തികമായ തിരിച്ചടി നേരിട്ടിരിക്കുന്ന സംസ്ഥാനത്ത് നിലവിൽ 2,500 പ്രഖ്യാപിച്ച ഇടതുപക്ഷം 2,000 മാത്രം കൊടുത്തുകൊണ്ടിരിക്കെ 3,000 രൂപയായി അടുത്ത 5 വർഷം ഞങ്ങൾ UDF കൊടുക്കും എന്ന് പറയുമ്പോൾ LDFും 3,000 എന്ന് പറയാൻ അവർ നിർബന്ധിത ആയതായിരിക്കാം. പക്ഷേ അല്ലെങ്കിൽ തന്നെയും കൂട്ടിയേ പറ്റുള്ളൂ. 5 വർഷത്തെ ഗവൺമെന്റ് വരുമ്പോൾ 2,500 കൊടുക്കുമെന്ന് പറയാൻ പറ്റും, 3,000 കൊടുക്കും. അപ്പൊ അവര് വേണമെങ്കിൽ അവർക്ക് കൂട്ടാമായിരുന്നു. പക്ഷെ കൂട്ടാത്തന്നെ കാരണം അവർ അധികാരത്തിൽ 10 വർഷമായി അവർ ഇതിൽ ഈ രംഗത്ത് നേരിടുന്ന ഒരു സാമ്പത്തികമായി നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കുകയും പറഞ്ഞ വാക്ക് പാലിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം ഫലപ്രദമായിട്ട് നോക്കുകയും പറഞ്ഞ വാക്ക് പോലും പാലിക്കാൻ കഴിഞ്ഞില്ലെന്ന യാഥാർത്ഥ്യ ബോധം തിരിച്ചറിയുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് വാസ്തവത്തിൽ 2,500 എന്നുള്ള 3,000 ആക്കിയത്. അപ്പൊ ചുരുക്കത്തിൽ
3000 രൂപ വെച്ച് ഏതാണ്ട് 62 ലക്ഷം ആളുകൾക്കെങ്കിലും ഒരു വർഷം കൊടുക്കാൻ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ട തുക 22,320 കോടി രൂപ വരും. അവിടെയാണ് ഇടതു മുന്നണിയും UDF-ഉം തമ്മിലുള്ള സാമ്യതയും അതിൻ്റെ പ്രതിസന്ധികളും. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു KSRTC. അതാണ് KSRTC-യുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, KSRTC ഏത് അവസരത്തിലും അടച്ചു പൂട്ടും എന്നുള്ളൊരു ഘട്ടത്തിലായിരുന്നു. പക്ഷേ ആയിരുന്നു ഇടതു മുന്നണി ഞങ്ങൾക്ക് അധികാരത്തിൽ വന്നാൽ KSRTC-യെ ലാഭത്തിലാക്കുമെന്ന് പറഞ്ഞു. നമുക്കറിയാം ഇപ്പൊ ലാഭത്തിലല്ല ഓടുന്നത്. പക്ഷേ അടച്ചുപൂട്ടൽ വക്കീലിന്റെ പുറത്ത് അതെ ഏതാണ്ട് 1200 കോടി രൂപയാണ് ഈ പറയുന്ന KSRTC-യെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാർ പ്രതിവർഷം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ ഉൾപ്പെടുന്ന തുക കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പം നിലവിൽ 1200 കോടി രൂപ കൊടുത്തുകൊണ്ടാണ് KSRTC-യെ അടച്ചുപൂട്ടൽ വക്കിൽ നിന്ന് പുറത്തു കിടത്തി എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഒരിക്കലും ലാഭത്തിലായിട്ടില്ല ഇതുവരെയും. അതിപ്പം ഇടതുപക്ഷം പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോഴത്തെ അവരുടെ പ്രകടനപത്രികയിൽ അന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ലാഭത്തിലാക്കുമെന്ന് പറയുമ്പോൾ അതുപോലും എളുപ്പമുള്ള കാര്യം അല്ല. അവിടെയാണ് UDF പറഞ്ഞിരിക്കുന്നത് ഒരു കടത്തിപ്പറച്ചിലാണ്. ഞങ്ങൾ കേരളത്തിലെ സ്ത്രീകളുടെ KSRTC വഴിയുള്ള മുഴുവൻ യാത്രയും സൗജന്യമാക്കുമെന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേക്കോ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കോ ഒരു സ്ത്രീക്ക് പെൺകുട്ടിക്ക് വന്നു പോകാനുള്ള യാത്രാ ഫീസ് ടിക്കറ്റ് ഫെയർ സർക്കാർ കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം KSRTC-യിൽ ഏറ്റവും കുറഞ്ഞത് 55-60% വരെ യാത്ര സ്ത്രീകളാണ്. സംസ്ഥാനങ്ങളെ പോലെ അല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, സ്ത്രീകളാണ് സമൂഹത്തിൽ ഇറങ്ങി ഒരു വ്യത്യസ്തമായ ഒരു സംസ്ഥാനം. സ്ത്രീകൾ നമുക്ക് ബസ്സിൽ നിങ്ങൾക്ക് അറിയാം പുരുഷന്മാർക്ക് ഇരിക്കാൻ സീറ്റില്ല, സ്ത്രീകളാണ്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ദിവസം ശരാശരി KSRTC-യുടെ കളക്ഷൻ ഏതാണ്ട് 10 കോടി രൂപ വരും. അപ്പൊ കുറഞ്ഞത് ഒരു ദിവസം 5 കോടി രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ അവരുടെ പ്രഖ്യാപനത്തിന് വേണ്ടി KSRTC-ക്ക് കൊടുക്കാൻ, എന്ന് വെച്ചാൽ ഒരു മാസം അതിൻ്റെ പേരിൽ ഏറ്റവും കുറഞ്ഞത് 150 കോടി രൂപ എന്ന് വെച്ചാൽ ഒരു വർഷം 1800 കോടി രൂപ വീതം ഈ പ്രഖ്യാപനത്തിന്റെ പേരിൽ KSRTC-ക്ക് കൊടുത്താൽ മാത്രമേ നിലവിലുള്ള 1200 കോടി രൂപ കൊടുത്തുകൊണ്ട് ഇതിനെ നിലനിർത്താൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു വർഷം KSRTC-യെ നിലനിർത്താൻ മൊത്തം നിലവിലുള്ള 1200 കോടിക്ക് പകരം 3000 കോടി രൂപ കൊടുക്കുന്ന ഒരു പ്രഖ്യാപനമാണ് UDF നടത്തിയത്. അവിടെ LDF കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ അവർ പറയുന്നു, ഞങ്ങൾ KSRTC-യെ ലാഭത്തിലാക്കുമെന്ന് പറയുന്നു. ടിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൗജന്യത്തെ പറ്റി അവർ പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്തത് മൂന്നാമത്തത് കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള 1000 രൂപ വെച്ചുള്ള പ്രതിമാസ തൊഴിലില്ലായ്മ വേതനം പോലെ പഠന വേതനം. അതെ വളരെ നല്ലതാണ്. പഠന വേതനം കൊടുക്കേണ്ടതാണ്, പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാണ്. ഇവിടെ കോളേജിൽ പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും സമ്പന്നരായവരുടെ മക്കൾക്ക് പോലും കൈക്കൂലി കൊടുക്കുന്ന പോലെ കൊടുക്കുകയാണ് ഈ 1000 രൂപ. എല്ലാ വിദ്യാർത്ഥിനികൾക്കും കോളേജ് വിദ്യാഭ്യാസത്തിന് മാസം 1000 രൂപ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ കണക്ക്. കോളേജുകളിൽ നമുക്കറിയാം കുട്ടികളിൽ ഭൂരിപക്ഷം പെൺകുട്ടികളാണ്. ഒരു 60 മുതൽ 70% വരെ ആർട്സ് കോളേജുകളിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യ മേഖലയിലെ നഴ്സിംഗ് പോലുള്ള ഡിഗ്രി കോഴ്സുകൾ ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെ സർവകലാശാലകളിൽ 6 ലക്ഷത്തോളം പെൺകുട്ടികളാണ് പഠനം നടത്തുന്നത്. ഏതാണ്ട് 10 മുതൽ 12 ലക്ഷത്തോളം മുഴുവൻ കുട്ടികളിൽ ഏറ്റവും കുറഞ്ഞത് 6 ലക്ഷം പെൺകുട്ടികൾ പഠിക്കുമ്പോൾ 6 ലക്ഷം പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനും വേണ്ടി വരുന്ന തുക 720 കോടി രൂപയാണ്. അപ്പോൾ നാളിതുവരെ ഇല്ലാത്ത പുതിയൊരു ബാധ്യത 720 കോടി രൂപ നമ്മൾ കോളേജിൽ പഠിക്കുന്ന മുഴുവൻ പെൺകുട്ടികൾക്കും, അവിടെ വരുമാനം ഒരു ബാധകമാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. എല്ലാ കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിലെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഡിഗ്രി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം എന്നുള്ളത്. അതെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഡിഗ്രി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരതിന് പകരമായി അവരുടെ പ്രകടനത്തിൽ പറയുന്നത് സ്ത്രീകൾക്ക് 50% സ്ത്രീകൾക്കും തൊഴിൽ ചെയ്യാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കും. അതാണ് പറയുന്നത്, അല്ല സർക്കാരിൽ ജോലി എന്നല്ല. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20 ലക്ഷത്തോളം വരുന്ന വീട്ടമ്മമാർക്ക് നിർബന്ധമായും വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു തൊഴിൽ സാധ്യത അവരവരുടെ ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനം ഇവർ പകരം വെക്കുന്നു. അപ്പോൾ ഇവിടെ അതിന് പകരം 1000 രൂപ വീതം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് തീർച്ചയായും കൊടുക്കണം. അതെ, പക്ഷെ എല്ലാവർക്കും എന്ന് പറയുന്നത് ഈ 18 വയസ്സിന് മുകളിൽ പഠിക്കുന്ന ഭൂരിപക്ഷം വരുന്ന കുട്ടികളുടെ വോട്ട് നേടാനുള്ള ഒരു നല്ല മാർഗമാണ്. പക്ഷെ അത് കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ വലിയ കാര്യം.
കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പുറത്ത് അവർ ആ വിഷയത്തിൽ കുറച്ചുകൂടി പ്രായോഗികമായ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള പ്രഖ്യാപനമായി നിർത്തി. ഇനിയും ഏറ്റവും ആകർഷകമായി നമുക്ക് തോന്നാവുന്ന ഒന്നാണ് ഇൻഷുറൻസ് മേഖലയിലുള്ള വലിയൊരു ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം. നോക്കൂ, ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുമെന്ന് UDF പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള വലിയൊരു ആകർഷണം ഉണ്ടാകും. അതിനകത്ത് ഒരു ധാർമ്മിക പ്രശ്നമുണ്ട്, അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ആരോഗ്യ മേഖലയെ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൈമാറി ഉണ്ടാകുന്ന അപകടം എന്താണെന്നുള്ളത് വളരെ ഗൗരവതരമായി നടത്തുന്ന ഒരു ചർച്ച. അത് അവിടെ നിൽക്കട്ടെ. ഇതിന് പ്രതിവർഷം അടയ്ക്കേണ്ട പ്രീമിയം തുക. അതെ. അപ്പൊ നോക്കൂ, കേരളത്തിൽ ഏതാണ്ട് 70 ലക്ഷത്തോളം കുടുംബങ്ങളുണ്ട്. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ പാക്കേജ് ഇൻഷുറൻസിൽ നിന്ന് എടുക്കണമെങ്കിൽ ശരാശരി ഏതാണ്ട് 32,000 രൂപ ഒരു വർഷം ആരാണോ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുന്നത് അവർ അടയ്ക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ 15,000 മുതൽ 50,000 രൂപ വരെയാണ് ഇൻഷുറൻസിന്റെ പോളിസിയുടെ തുക. അതിന്റെ ശരാശരി എടുത്താൽ 32,000 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 22,500 കോടി രൂപ പ്രതിവർഷം ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രീമിയം അടയ്ക്കണം. ആരടയ്ക്കും? സംസ്ഥാന സർക്കാർ. നോക്കൂ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ 22,500 കോടി രൂപ. ഇവിടെ നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണ്ട. ഇവിടെ നമ്മൾ ഇടതുപക്ഷം പറയുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, ആരോഗ്യരംഗം മെച്ചപ്പെടുത്തും. ആരോഗ്യരംഗം ഇപ്പോൾ തന്നെ ലോക നിലവാരത്തിലുള്ളതാണ് എന്നാണല്ലോ. പിന്നെ കിടപ്പ് രോഗികളുടെ പരിചരണം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിടപ്പ് രോഗികളുടെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകൾ, ആശുപത്രിയിലായാലും വീട്ടിലായാലും ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകളുടെ അത് വാസ്തവത്തിൽ നിന്നറിയാം. ഈ സമ്പന്നരായ ആളുകളുടെ വീട്ടിൽ ഇൻഷുറൻസ് കൊടുക്കുന്നതും പോലെ അല്ല. ഇത് പാവപ്പെട്ട നീഡി പീപ്പിളിന് അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലും ഒരു യാഥാർത്ഥ്യ ബോധം എനിക്ക് ഞാൻ തുടക്കത്തിലെ ഈ പ്രകടനപരത ഇല്ലാത്ത ഒരു പ്രകടന പത്രികയാണ് ഇറക്കിയിരിക്കുന്നത്. പ്രകടനപരതയില്ല അത് അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിലും ഒരു പ്രകടനപരതയില്ല നമുക്കറിയാം. കാരണം അദ്ദേഹം വളരെ ശാന്തനായി സൗമ്യനായിട്ടൊക്കെയാണ് അത് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് ഒരു ആവേശമൊന്നും ഈ പ്രകടന പത്രിക അവതരിപ്പിച്ചപ്പോൾ ആരും കണ്ടതൊന്നുമില്ല. ഇതിന്റെ ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, വസ്തുതകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തെ അനുഭവ പാഠങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ഒരു 10 വർഷത്തെ അനുഭവ പാഠങ്ങൾ, നടപ്പാക്കുന്നതിന്റെ ഒരു അനുഭവ പാഠങ്ങൾ. പിന്നെ എനിക്ക് ഒരു ചെറിയ ഒരു ശുപാർശയുണ്ട്. ആ ശുപാർശ എന്ന് പറയുന്നത്, ഒരു തവണയ്ക്ക് UDF-ന് അധികാരം കൊടുക്കണം. ഇതൊക്കെ നടപ്പാക്കണം. കാരണം ഇതൊക്കെ നടപ്പാക്കി കഴിഞ്ഞാല് വലിയ മാറ്റം, അതൊരു വലിയ മാതൃകയാവും. ലോകത്തിനൊരു മാതൃകയാവും. കാരണം ഇത്രയും ഈ ഒരു കാരണം എന്തുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. കോൺഗ്രസ് ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ BJP ഒരു സഹായവും നൽകാൻ പോകുന്നില്ല. നമുക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പിണറായി വിജയൻ ഒരു കാലം അപ്പുറത്ത് നീട്ടി വച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ പല പല പദ്ധതികളുടെയും കാര്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരു പ്രശ്നം ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? എത്തുന്നില്ല, വിഷയത്തിലേക്ക് വരാം. ഇനിയും വളരെ ആകർഷകമായ മറ്റൊരു പ്രഖ്യാപനം, ചെറുപ്പക്കാർക്ക് 5 ലക്ഷം രൂപയോളം പലിശരഹിത വായ്പ, മുദ്ര വായ്പയുടെ മാതൃകയിൽ ആകർഷകമാണ്. അപ്പൊ 5 ലക്ഷത്തോളം രൂപ, 5 ലക്ഷം രൂപ എന്നാണ് പറഞ്ഞത്, കുറവും കൂടുതലുമല്ല. 5 ലക്ഷം രൂപ, ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം ചെറുപ്പക്കാർക്ക് ലോണായി സർക്കാർ കൊടുക്കുന്നു വിചാരിക്കുക. സർക്കാർ കൊടുക്കുന്നത് ബാങ്കിൽ നിന്നാണ്. അതിന് ഏറ്റവും കുറഞ്ഞത് ഒരു 7% ഇൻട്രസ്റ്റ് വെച്ചാൽ തന്നെ അവയ്ക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞത് 3,500 കോടി രൂപ സർക്കാർ കണ്ടെത്തണം. ഇത് നല്ല പദ്ധതിയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ പറയണം. അതിലൊരു തമാശയുണ്ട്. കാരണം 5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് വീട് നൽകുമെന്നാണ് കേട്ടത്. അപ്പം ഇപ്പം ഏതാണ്ട് ലൈഫ് പദ്ധതിയിലൂടെ ഏതാണ്ട് ഭവനരഹിതരില്ലാത്ത ഒരു നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. പൂർണ്ണമായിട്ടും ഭവനരഹിതരില്ലാത്ത ഒരു നാട് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ സ്വാഭാവികമായി പുതിയ തലമുറയിൽ എല്ലാവർക്കും വീട്. പക്ഷേ ഈ ബാക്കിയുള്ള ആർക്ക് കൊടുക്കും ഈ വീട്? അതൊരു ഇത്തരം കാര്യങ്ങളിലാണ് വളരെ ഉത്തരവാദിത്തമില്ലാത്ത ചില പ്രഖ്യാപനങ്ങൾ. നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടാണോ ചെയ്യുന്നത്? അതിന് യാഥാർത്ഥ്യബോധമുണ്ട്. അപ്പോൾ ആളുകളെ ആകർഷിക്കാനുള്ള ഉത്തരവാദിത്വമില്ലാത്ത ചില പ്രഖ്യാപനങ്ങൾ ഒരു നമ്പർ എന്ന തരത്തിൽ ഇറക്കുന്നുണ്ട്. അത് ആരോഗ്യപരമായ സോപ്പ് പ്രകടന പത്രിക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ സോപ്പ് പ്രകടന പത്രിക എന്നല്ല, ഗ്യാരണ്ടി എന്ന് പറയുന്നത് പ്രകടന പത്രിക തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി നടപ്പാക്കിയില്ലെങ്കിൽ ആളുകൾ ഒരു കാര്യം കൂടി, ഒരു കാര്യം മൊത്തത്തിൽ പറഞ്ഞാൽ UDF-ന്റെ പുതിയ പ്രഖ്യാപനത്തിലൂടെ ഏതാണ്ട് 51,400 51,400 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിനുണ്ടാകാൻ പോകുന്ന ആ മേഖലയിലെ മൊത്തം ബാധ്യത. കേരളം പ്രതിവർഷം ഏറ്റവും കുറഞ്ഞത് 50,000 കോടി രൂപ മൈനസിൽ പോകുന്നൊരു സംസ്ഥാനമാണ്. അങ്ങനെ ഇരിക്കെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ഒട്ടേറെ പരിമിതികൾ നിലവിലുണ്ട്. കേന്ദ്ര സർക്കാർ
നികുതി കൂടുതലും അവർ കൊണ്ടുപോകുന്നു. എല്ലാ രംഗങ്ങളിലും പപ്പാതിയെ കിട്ടുകയുള്ളൂ. പുതിയ നികുതി മേഖല കണ്ടുപിടിക്കാൻ പരിമിതിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 51,400 കോടി രൂപ കൂനിന്മേൽ കുരു എന്ന പോലെ, എന്ന് വെച്ചാൽ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന പോലെയുള്ള ഒരു സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുവാൻ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾക്ക് UDF അധികാരം ലഭിച്ചാൽ ഇത് എവിടെ കൊണ്ടെത്തിക്കാൻ കഴിയും? ഇതിനൊക്കെ മറുപടി പറയാൻ അവർ ബാധ്യസ്ഥമാകില്ലേ എന്നൊരു ചോദ്യം. ആ ചോദ്യം നമുക്ക് പ്രസക്തമായി ഉന്നയിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഇതോടെ അവസാനിപ്പിക്കാം. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രമേ നമുക്ക്